ഷിജോസൂട്ടി ഒഴികയിൽ ഇപ്പോ എന്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷം തടഞ്ഞു എന്നുള്ളത് VHP വിശദീകരിച്ചത് താങ്കൾ കേട്ട് കാണും, പ്രതികരിക്കാം. അതെ, ഞാൻ VHP പറഞ്ഞത് ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടു. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുണ്ട്. അതിലൊന്ന്, VHP നേതാവ് പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യൻ കുട്ടികൾ മാത്രം ആഘോഷിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയൊരു വർഗീയതയാണുള്ളത്. കാരണം ഒരു സ്കൂളിലുള്ള ഒരു സംഘം വിദ്യാർത്ഥികളെ ക്രിസ്ത്യാനി ഹിന്ദുവും ഒക്കെ ആയിട്ട് മറ്റ് മതസ്ഥരായിട്ട് ഇങ്ങനെ വേർതിരിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അത് ക്രിസ്ത്യൻ കുട്ടികൾ ആഘോഷിച്ചോട്ടെ, ഇത് ഹിന്ദു കുട്ടികൾ ആഘോഷിച്ചോട്ടെ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റേത് മാത്രമായിട്ടല്ല ലോകത്ത് ഒരു സ്ഥലത്തും ആഘോഷിക്കുന്നത്. ലോകത്തെമ്പാടും വന്ന് സർവ്വ മനുഷ്യരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ സാന്തോക്ലാസ് എന്ന് പറയുന്ന, അതായത് ക്രിസ്ത്യ ഇതിനോടനുബന്ധിച്ച് കുട്ടികൾ ഉപയോഗിക്കുന്ന ആ തൊപ്പിയൊന്നും ഒരു മതചിഹ്നമല്ല. സാന്തോക്ലാസ് പോലും ഒരു മതത്തിൻ്റെ ആളല്ല. ഈ ക്രിസ്മസ് കാലത്ത് കുട്ടികൾക്ക് സമ്മാനവുമായി വരുന്ന ഒരു വലിയ അപ്പൂപ്പൻ എന്നൊരു കൺസെപ്റ്റേ ഉള്ളൂ സാന്താക്ലോസിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ അദ്ദേഹം ഒരു പുണ്യവാളനോ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളിൽ വണങ്ങുന്ന ഒരാളോ ഒന്നും അല്ല സാന്താക്ലോസ് എന്ന് പറയുന്നത്. പിന്നെ പുൽക്കൂടിനോടുള്ള അക്രമത്തെ സംബന്ധിച്ച് പറയുന്നത്, പുൽക്കൂടിനോട് പോലും ക്ഷമ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും കേരളീയ പൊതുസമൂഹത്തിന് നല്ലതല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിനെ ഒരു ക്രിമിനൽ ആക്ഷനായിട്ട് തന്നെ കണ്ടുകൊണ്ട് അത് എടുക്കണം. മറിച്ച് ഇതിന് പിന്നിൽ ഏതെങ്കിലുമൊക്കെ മതമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ് എന്നൊക്കെയുള്ള താത്വിക തലത്തിലേക്കൊക്കെ ഇതിനെ വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പൊതുബോധത്തെ ബാധിക്കും, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെ വളരെ ഗുരുതരമായി ബാധിക്കും. അത് കാരണം ഒരു ചെറിയ മാറ്റം പോലും, ഒരു ചെറിയ ഈ തരത്തിലുള്ള ഉണ്ടാക്കുന്ന വിഷവിത്തുകൾ അത് അവിടെയും ഇവിടെയൊക്കെ മുളച്ച് പിന്നെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് മുളയിലെ തന്നെ നുള്ളിക്കളയേണ്ടതാണ്. ഇത്ര ഒരു സംഭവം ഇനി കേരളത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ നിരപേക്ഷ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ബാധ്യമാണ്. അതിനകത്ത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ആ കാര്യത്തിലുണ്ട്. തീർച്ചയായും ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിയതമായ രീതിയിൽ വിചാരണ ചെയ്ത് നമ്മുടെ മതനിരപേക്ഷ ആ ഒരു അടിത്തറയെ കൂടുതൽ ഉയർത്തിപ്പിടിക്കണം. ഇതാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. മാറിപ്പോകാനായിട്ട് പാടില്ല. ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ നിരീക്ഷിക്കും. തീവ്രവാദികളല്ല, പക്ഷേ സൂക്ഷ്മതയോടുകൂടി തന്നെ നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കും. ഇടപെടേണ്ട അത്യാവശ്യം വന്നാൽ അതിന്റെ തലത്തിൽ ഇടപെടുകയും ചെയ്യും. ശരി, ന്യായമായ അഭിപ്രായം.